ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ നിൻ്റെ കുറച്ച് പച്ചക്കറി ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ടോ? എനിക്കിത് ചെയ്യാതിരിക്കാൻ വയ്യ. ആദ്യം ഞാനിത് ടെറസിലാണ് ചെയ്തിരുന്നത്. പിന്നെ മോളെ ഗർഭിണിയായിരിക്കുമ്പോൾ പിന്നെ ഹസ്ബൻഡ് പോണതിന് മുന്നേ അതൊക്കെ താഴേക്ക് ഇറക്കി തന്നു. ഇനി മേലെ പോയി ചെയ്യണ്ട, താഴത്ത് വയ്ക്കണ പോലെ ചെയ്താൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പ്രസവം കഴിഞ്ഞപ്പോഴും എനിക്കതിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണ കാണാൻ വയ്യാത്തതുകൊണ്ട് വളം ഒന്നും ഇട്ട് കൊടുക്കാതെ ഞാൻ ചിലതിലൊക്കെ ഇങ്ങനെ തയ്യോള് കൊടുന്ന് വെച്ചതായിരുന്നു. തക്കാളി, പച്ചമുളക്, വെണ്ട, ചീര ഒക്കെ വെച്ചതായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ഉണ്ടായി, ചിലതുണ്ടായില്ല. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ചിലയിലൊക്കെ ചീര ഇങ്ങനെ വൃത്തിയില്ലാണ്ടിയും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ലാണ്ട് കാണുന്നേക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളതിൽ ഞാൻ വഴുതന തൈയും വെണ്ട തൈയും ഒക്കെ വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ ചിലതിലൊക്കെ പോയി, ചിലതിലൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് വലുതായപ്പോൾ പിന്നെയും ഞാൻ പുറത്ത് പോയപ്പോൾ പിന്നെയും കുറച്ച് തൈയോള് കൊടുന്നു വെണ്ടയുടെയും വഴുതനയുടെയൊക്കെ. ഈ പോയതിൽ ഒന്നും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഹോബീസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പച്ചക്കറി ഉണ്ടാക്കുക, സ്റ്റിച്ചിങ്, ചെടികളുണ്ടാക്കുക, അതൊക്കെയാണ്. പിന്നെ ഇത് ഫിൽറ്ററിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഫിൽറ്ററായി കൂടി ഇരിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രോ ബാഗ് വെച്ചതായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് പച്ചമുളകിൻ്റെ തയ്യോളൊക്കെ വെച്ചു. അങ്ങനെ അതിൽ ചിലത് നേരായി, ചിലത് നേരാവണില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പോയ ഗ്രോ ബാഗിലൊക്കെ പിന്നെ ഞാൻ മേടിച്ചു കൊടുന്നു എന്ന് പറഞ്ഞില്ലേ, ആ തയ്യോളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ട പച്ചക്കറികൾ തോനല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവും. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കും നമുക്കും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ. നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് കളയുന്ന വേസ്റ്റും കഞ്ഞിവെള്ളം അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എൻ്റെ അടുത്ത് പച്ചക്കറി ഉണ്ടാവും. ഇപ്പോഴും മോളൊന്ന് വലുതാവട്ടെ വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ള സമയത്തിനനുസരിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പഴയ മണ്ണിൽ തന്നെ തയ്യോള് കൊടുന്നിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോയതിൽ പിന്നെയും വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. തോനില്ലെങ്കിലും 1-2 ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് വേണ്ട തക്കാളിയോ വെണ്ടയാണെങ്കിലും ഒരു വെണ്ട തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 4-5 ദിവസം കൂടുമ്പോൾ 2-3 വെണ്ടയ്ക്കായിട്ട് നമുക്ക് വന്ന് പൊട്ടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കോഴിയോളാണ് ഇത് പറഞ്ഞല്ലേ, ഈ ചെടിയോളും പച്ചക്കറിയുടെ ഒക്കെ ഒപ്പം തന്നെ ഉള്ളതാണ് ഇതും. ഇവരും ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതാണ് കോഴിയോള്. ഞാൻ പുറത്തേക്ക് വിടലില്ല. എനിക്ക് പിന്നെ ഹസ്ബൻഡ് പോണതിൻ്റെ മുന്നേ എനിക്കൊരു ഷെഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്കതിനോടുള്ള ഭ്രാന്ത് കാരണം ഉണ്ടാക്കി തന്നതാണ്. അടിയിൽ ഷീറ്റും മേലെ ഇങ്ങനെ ഒരു നെറ്റ് ഉണ്ടല്ലോ അതൊക്കെ കെട്ടിയിട്ട് തൽക്കാലം അതിൽ നിർത്തിക്കോന്ന് പറഞ്ഞിട്ട് ഈ നായ്ക്കളുടെ ശല്യം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ കോഴികളുണ്ട്. കൂടെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങും, കൂട്ടിൽ തന്നെ കയറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും കോഴികളെ വളർത്തുക, പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക. കോഴികളെ വളർത്തിയാൽ പിന്നെ നമുക്ക് കാര്യമുണ്ടല്ലോ, നമ്മളെ മക്കൾക്കും നമുക്കും കോഴിമുട്ട കിട്ടും. പിന്നെ നമുക്ക് കോഴികളെ ഇറക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഇതാണ് കേട്ടോ കൂട്. അടിയിൽ ഷീറ്റ് വെച്ചിട്ടാണ് നായ്ക്കൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എൻ്റെ കോഴിയോളെ കൊണ്ടുപോകൽ തന്നെ ആയിരുന്നു. ഞാനിങ്ങനെ ഉണ്ടാക്കുക, നായ്ക്കൾ ഇങ്ങനെ കൊണ്ടുപോവുക, അത് തന്നെ ആയിരുന്നു. ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ വല്ലാണ്ട് അതിൻ്റെ ശല്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.